സമൂഹ മാധ്യമ രംഗത്തെ സുവിശേഷീകരണ പ്രവർത്തനങ്ങളുടെ വെള്ളി നക്ഷത്രമായി പ്രശോഭിക്കുന്ന ഒയാസിസ് മീഡിയ മിനിസ്ട്രീസും അതിലെ എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ അഭിവാദ്യങ്ങൾ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലെ യേശുക്രിസ്തുവിൻ്റെ അതുല്യത എന്നുള്ള പ്രമേയത്തെ നമുക്ക് അല്പനിമിഷം ചിന്തിക്കാം. ക്രൈസ്തവ പണ്ഡിതന്മാരിൽ അഗ്രേസരനായ അപ്പോസ്തലനായ പൗലോസിനാൽ വിരചിതമായ ഒരു ലേഖനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. വിശുദ്ധ തിരുവെഴുത്തിലെ 21 ലേഖനങ്ങളിൽ 14 ലേഖനങ്ങളും എഴുതിയത് അപ്പോസ്തലനായ പൗലോസാണ്. ആ 14 ലേഖനങ്ങളിൽ 4 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനം അഥവാ ക്രിസ്തുശാസ്ത്രപരമായ ലേഖനമെന്ന് വിശേഷിപ്പിക്കുന്നു. ആ ക്രിസ്തുശാസ്ത്രപരമായ ലേഖനങ്ങളിൽ എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ, ഫിലോമോൻ എന്ന 4 ലേഖനങ്ങളിൽ അവസാനത്തെ ലേഖനമാണ്, അവസാനം എഴുതിയ ലേഖനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. റോമൻ കാരാഗ്രഹത്തിൽ 1-ാം പ്രാവശ്യം 2 വർഷം തടവിൽ കിടക്കുമ്പോഴാണ് ഈ ലേഖനം പൗലോസ് എഴുതിയത്. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു വേദഭാഗമാണ് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ മേന്മ ഇതിനേക്കാൾ മനോഹരമായി ഒരുമിച്ച് വരച്ച് കാണിച്ചിരിക്കുന്ന മറ്റൊരു വേദഭാഗം തിരുവെഴുത്തിൽ കാണാൻ സാധിക്കത്തില്ല. സുവിശേഷത്തിൻ്റെ സവിശേഷത ഏറ്റവും മനോഹരമായി വിവരിച്ചിരിക്കുന്ന ഒരു മനോഹരമായ വേദഭാഗം. ഈ അതുല്യ വെളിപ്പാട് അപ്പോസ്തലനായ പൗലോസ് പ്രാപിച്ചത് കാരാഗ്രഹത്തിലാണ് എന്ന് പറയുമ്പോഴാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശോഭ മനസ്സിലാകുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസങ്ങളിലും കഷ്ടതകളിലും വേദനകളിലും ഒറ്റപ്പെടലിൻ്റെ നടുവിലാണ് ഏറ്റവും വലിയ വെളിപ്പാട് അപ്പോസ്തലനായ പൗലോസ് പ്രാപിച്ചത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധിയുടെ നടുവിൽ ഏറ്റവും നല്ല വെളിപ്പാടുകളെ, ദൈവശബ്ദങ്ങളെ കേൾപ്പാൻ നമ്മളെ പ്രാപ്തനാക്കുന്നതാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മേക്ക് ദ ഗുഡ് ഇൻ ബാഡ് സിറ്റുവേഷൻ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ മേക്ക് ദ ബെസ്റ്റ്, ദൈവത്തിന് വേണ്ടി ഏറ്റവും നല്ലത് ഉണ്ടാക്കുവാൻ, നല്ലത് പ്രവർത്തിക്കുവാൻ, മേക്ക് ദ ബെസ്റ്റ് ഓഫ് അവർ ബാഡ് സിറ്റുവേഷൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കാരാഗ്രഹത്തിൻ്റെ അകത്ത് കിടന്ന് പൗലോസ് പ്രാപിച്ച വെളിപ്പാടാണ് സഭയ്ക്ക് പിന്നീട് എഴുതി നൽകുകയുണ്ടായത്. ലോകം കണ്ട ഏറ്റവും കരുത്തുള്ള സാമ്രാജ്യത്തിൻ്റെ കാരാഗ്രഹത്തിൻ്റെ അകത്ത് ആയിരിക്കുമ്പോഴും ഒരു ഭക്തനിൽ ദൈവിക വെളിപ്പാടിനെ തടയാൻ അതൊന്നും കാരണമല്ല എന്ന് വേദപുസ്തകം നമ്മെ അസന്നിഗ്ധമായി ഉറപ്പിക്കുന്നു. ലോകം കണ്ട ഏറ്റവും കരുത്തുള്ള സാമ്രാജ്യത്തിൻ്റെ അകത്തുനിന്നാണ് ഏറ്റവും വലിയ ക്രിസ്തുശാസ്ത്രപരമായ വെളിപ്പാടുകളെ പൗലോസ് പ്രാപിച്ചത്. മാൻസ് എക്സ്ട്രീമിറ്റി ഈസ് ദ ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി എന്ന് നമ്മൾ പറയുന്നത് പോലെ മനുഷ്യന്റെ സാധ്യതകൾ അസ്തമിക്കുന്നിടത്ത് ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിച്ചു തുടങ്ങുന്നവനാണ്. യഹൂദ മതത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകേണ്ട, അസ്തമിച്ചു പോകേണ്ട, തീർന്നു പോകേണ്ട പൗലോസിനെ ഉലകം കണ്ട ഏറ്റവും വലിയ ഒരു അപ്പോസ്തലനായി, പ്രവാചകനായി, ശുശ്രൂഷകനായി, ഉപദേഷ്ടാവായി രൂപാന്തരപ്പെടുത്തിയത് ആ കാരാഗ്രഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകളും കണ്ണുനീരും വേദനകളും തകർച്ചകളുമായിരുന്നു എന്ന് ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുന്ന നമ്മൾ മറന്നു പോകരുത്. നമ്മളെ പരിമിതപ്പെടുത്താൻ, നമ്മളെ ഇല്ലാതാക്കാൻ ഒരു സാഹചര്യങ്ങൾക്കും കഴിയുകയില്ല. സാമാനങ്ങളുടെ ഇടയിൽ കിടന്ന ഒരു മനുഷ്യനെ ഒരു വലിയ രാജ്യത്തിൻ്റെ രാജാവാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ആടിൻ്റെ പുറകെ നടന്ന ഒരു ഇടയനെ ലോകത്തിൽ ഏറ്റവും കരുത്തുള്ളൊരു രാജാവാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, സഹോദരന്മാർ ഒറ്റപ്പെട്ട് ഒരു പൊട്ടക്കിണറിൻ്റെ അകത്ത് വീണുപോയവനെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ,
ഇന്നും നമ്മുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന എത്ര വലിയ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് നമ്മൾ പോലും സ്വപ്നം കാണാൻ കഴിയാത്ത നിലയിൽ നമ്മളെ ഉയർത്താൻ നമ്മുടെ കർത്താവിന് കഴിയുമെന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ തിരിച്ചറിയുക. ഫിലിപ്പിയ ലേഖനം ക്രിസ്തു ശാസ്ത്രപരമായ ലേഖനമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാടാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. നമ്മുടെ സമ്പാദ്യങ്ങളോ നമ്മുടെ സൗകര്യങ്ങളോ നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടനകളോ നമ്മുടെ സൗന്ദര്യമൊന്നും അല്ല നമ്മുടെ വിജയത്തെ തീരുമാനിക്കുന്നത്. നമ്മൾ യേശുവിനെ പറ്റിയുള്ള അറിവ്, യേശുവിനെ പറ്റിയുള്ള വെളിപ്പാട് ആണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് വെളിപ്പെടുത്തുന്ന ക്രിസ്തു അസാധാരണമായ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയായ ഒരു അതുല്യനായ ക്രിസ്തുവിനെയാണ്. അതുല്യനായ, അനുപമനായ, ആരാധ്യനായ, അനിഷേധ്യനായ ഈ അണ്ടകടാഹത്തെ മുഴുവൻ അതതിന്റെ അയനപദത്തിൽ നിയന്ത്രിച്ച് നിർത്താൻ കരുത്തുള്ള അമാനുഷിക വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് നമ്മൾ ആരാധിക്കുന്ന, വേദപുസ്തകം വെളിപ്പെടുത്തുന്ന നസ്രയനായ യേശു ക്രിസ്തു. പാപരഹിതനും പാപവിമോചകനും പാപപരിഹാരകനും പാപികളോട് വേർപെട്ടവനും ഈ പ്രപഞ്ചത്തിന് വൃത്തം വരച്ച സർവ്വസാധ്യതകളുടെയും പ്രതീകമാണ് കർത്താവായ യേശു ക്രിസ്തു. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവനാണ് ലോകങ്ങളെ ഉണ്ടാക്കിയത്, സകലത്തെയും ഉണ്ടാക്കിയത്. പ്രപഞ്ചത്തിന് വൃത്തം വരച്ചവനായി, തേജസ്സിന്റെ മുദ്രയായി, ആൽഫയും ഒമേഗയും, ഒന്നാമത്തവനും ഒടുക്കത്തവനുമായി, അറുക്കപ്പെട്ട കുഞ്ഞാട്, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്തതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരെ കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ ദാവീദിന്റെ വേരും വംശവും ഉദയ നക്ഷത്രവുമായ സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ ദൈവം. യേശു ജനിച്ചതുപോലെ ആരാണ് ജനിച്ചിട്ടുള്ളത്? യേശു ജീവിച്ചതുപോലെ ആർക്കാണ് ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? യേശു മരിച്ചതുപോലെ ആരാണ് മരിച്ചിട്ടുള്ളത്? യേശു ഉയർത്തതുപോലെ ആർക്കാണ് ഉയർക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ തത്വചിന്തയുടെ തറവാട്ടിലേക്ക് കിരീടം വെക്കാത്ത രാജാക്കന്മാരും, കാറൽ മാർക്സ്, ഏംഗൽസ്, ലെനിൻ തുടങ്ങിയ കരുത്തുള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരും, ഗാന്ധി, നെഹ്റു, ലിങ്കൻ തുടങ്ങിയ രാഷ്ട്രീയ മഹാരഥന്മാരും, അലക്സാണ്ടർ, നെപ്പോളിയൻ തുടങ്ങിയ സാമ്രാജ്യ ചക്രവർത്തിമാരുമൊക്കെ നൂറുകണക്കിന് മനുഷ്യ ദൈവങ്ങളും ഇവിടെ ഉദിച്ചു ഉയർന്ന് അവരോധിച്ചുയർത്തപ്പെട്ടെങ്കിലും അവരെല്ലാം മരണം കൊണ്ട് വഴിമാറിപ്പോയപ്പോ മരണത്തിന്റെ താഴ്വരയിൽ വിജയചിഹ്നം നാട്ടി കാലം കണ്ട ഏറ്റവും കരുത്തുള്ളവനായി ഉയർത്തെഴുന്നേറ്റത് യേശു ക്രിസ്തുവാണ്. അതാണ് യേശുവിനെ അതുല്യനാക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയാകുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ കാരാഗ്രഹത്തിൽ പൗലോസ് കിടക്കുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയാകുന്ന റോമൻ സാമ്രാജ്യവും ലോകത്തിലെ ഏറ്റവും വലിയ മതശക്തിയാകുന്ന യഹൂദ മതവും ഒരിക്കൽ കൈകോർത്തു മരിച്ചവന്റെ കല്ലറക്ക് പോലും കാവൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു ഉയർക്കത്തില്ലെന്ന് വെല്ലുവിളി ഉയർത്തിയപ്പോഴും ചന്ദനമരത്തിൽ അടക്കിയവരും ചന്തമായി അടക്കിയവരും ചാന്തിട്ടടക്കിയവരും ഒക്കെ ചത്തടിഞ്ഞ് മണ്ണിന് വളമായി പോയപ്പോൾ യേശുക്രിസ്തുവിന്റെ കല്ലറയിൽ പോയ ചില സ്ത്രീകളോട് ദൈവദൂതന്മാര് പറഞ്ഞ വാക്ക് 4 സുവിശേഷകരും ഒരുപോലെ എഴുതിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 28:6 മർക്കോസ് 16:6 ലൂക്കോസ് 24:6 യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലും പറയുന്നു, അവൻ ഇവിടെയില്ല. യേശുവിനെ അന്വേഷിച്ചു വന്നവരോട് ആ കല്ലറയിൽ ഇറങ്ങി വന്ന ദൈവദൂതന്മാരുടെ വാക്ക് അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് ഇരിക്കുന്നു എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ മരണത്തിന്റെ ശക്തികൾക്കും അടച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 2:24 വായിക്കുന്നത് പോലെ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. യേശു ഐതിഹ്യമല്ല, സങ്കല്പമല്ല, കെട്ടുകഥയല്ല, കിഴവിക്കഥയല്ല, മിഥ്യയുമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പൗലോസ് ഒരിക്കൽ കൂടി ഈ വെളിപ്പാടിനെ, ഈ രക്ഷകനെ ഉയർത്തുന്ന ഒരു വേദഭാഗമാണ്. അവന്റെ നാമത്തെ സകല നാമത്തെക്കാൾ മേലായ നാമമായി ദൈവം ഉയർത്തി. യേശുക്രിസ്തു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള അസാധാരണമായ ആ സത്യത്തെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ ശ്രോതാക്കളോടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, യേശുക്രിസ്തുവിനെ മരണത്തിന് തടഞ്ഞു വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശരീരമാണ് ദൈവസഭ എന്ന്
വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 1:23 കൊലോസ്യ ലേഖനം 1:18 വായിക്കുന്നത്, യേശുക്രിസ്തു തല, അവന്റെ ശരീരമാകുന്ന ദൈവസഭ. യേശുക്രിസ്തുവിനെ ഒരു മരണത്തിനും കല്ലറയ്ക്കും തടഞ്ഞു വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ ശരീരമാകുന്ന സഭയെയും തടഞ്ഞു നിർത്താൻ കഴിയത്തില്ല. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മൾ സംശയിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവവചനം നമ്മളെ ഉറപ്പിക്കുന്നു, യേശുക്രിസ്തുവിന്റെ കല്ലറയിലും യേശു ഉയർക്കുന്നതിന് വിരോധമായി നിന്ന ഒട്ടനവധി പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. യേശുവിന്റെ ശരീരത്തെ റോമൻ പടയാളികൾ ഒന്നുകുറയെ 40 വട്ടം അടിച്ച് പുറം ഉഴവുചാൽ പോലെ കീറിയെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അവന്റെ ശരീരം ഉഴവുചാൽ പോലെ കീറിയ മുറിവുകൾ, അവന്റെ കൈകളിൽ കാലുകളിൽ ആണി അടിച്ചവർ ഉറപ്പിച്ചു. അവന്റെ തലയിൽ മുൾക്കിരീടം അടിച്ച് അവനെ അപമാനിക്കുന്ന ആക്ഷേപിക്കുന്ന തരത്തിൽ റോമാക്കാര് വന്നു. മാത്രമല്ല, ലിനൻ തുണി കൊണ്ട് അവന്റെ ശരീരത്തെ മുഴുവൻ വലിഞ്ഞു മുറുക്കി കെട്ടുകയും അവന്റെ കല്ലറയിൽ 6000 പൗണ്ടിലധികമുള്ള കല്ലുരുട്ടി വെച്ച് ആ കല്ലിന് ഇന്ന് വരെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ റോമൻ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്രയിട്ട് പൂട്ടിയിട്ടും അതുകൊണ്ടും തൃപ്തരാകാതെ ആ സ്ഥലത്തെ അവർ അവകാശമായി ഏറ്റെടുത്തുകൊണ്ട് 16-ലധികം കാവൽ പടയാളികളെ രാത്രിയിലും പകലും ഉറക്കം ഇളച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് വിരോധമായി കാവൽ നിർത്തിയിട്ടും വേദപുസ്തകം പറയുന്നു, അവൻ ആ കല്ലറകളെ പൊട്ടിച്ചുകൊണ്ട് 3-ാം നാളിൽ ഉയർത്തു. യേശുക്രിസ്തു അതുല്യനാണ്, യേശുക്രിസ്തു നിസ്തുല്യനാണ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഈ ഫിലിപ്പ് ലേഖന 2-ാം അധ്യായത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള കാരണം അതുതന്നെയാണ്. ഒരു മരണത്തിനും ഒരു സാമ്രാജ്യങ്ങൾക്കും ഒരു അധികാരങ്ങൾക്കും ഒരു പാതാള ഗോപുരങ്ങൾക്കും നമ്മുടെ കർത്താവിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ 2024 വർഷമായി ഈ സന്ദേശം ഇന്നും ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഈ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, മരണത്തെ ജയിച്ച ജയാളിയായ കർത്താവ് നിങ്ങളെ ജയിപ്പിക്കുന്നവനാണ്. ജീവിതത്തിന്റെ എത്ര വലിയ പ്രതിസന്ധിക്കകത്തു നിന്നും, ജീവിതത്തിന്റെ ഉത്തരം കിട്ടാത്ത എല്ലാ ചോദ്യങ്ങൾക്കകത്തു നിന്നും നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ വിടിവിക്കുവാൻ, നമ്മളെ ഉയർത്തുവാൻ കഴിവുള്ള അതുല്യനായ ഒരു രക്ഷകനെയാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. യേശുക്രിസ്തു അതുല്യനാണ്. ഫിലിപ്പി ലേഖന 2-ാം അധ്യായത്തിൽ പൗലോസ് വിവരിക്കുന്ന വേദഭാഗം, ക്രിസ്തു യേശുവിന്റെ മനോഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശില മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. ഇന്ന് എന്റെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ജയാളിയായി ഉയർത്തുവെങ്കിൽ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ വെല്ലുവിളികളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികൾക്കകത്തു നിന്നും, എല്ലാ ചോദ്യങ്ങൾക്കകത്തു നിന്നും നിങ്ങൾക്കൊരു ഉത്തരമുണ്ട്. ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കാം. യേശുക്രിസ്തുവിനെ കല്ലറക്ക് തടഞ്ഞു വെക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. യേശുവിനെ കല്ലറക്ക് തടഞ്ഞു വെക്കാൻ കഴിഞ്ഞില്ല. ആ സന്ദേശം ഇന്നും ഞങ്ങൾ പ്രസംഗിക്കാനുള്ള കാരണം, അവന്റെ ശരീരമാകുന്ന സഭ യേശുവിനെ തടഞ്ഞു വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ ശരീരമാകുന്ന സഭയെയും തടഞ്ഞു വെക്കാൻ കഴിയുകയില്ല. ഒരു മനുഷ്യന്റെ തല ആണ് ക്രിസ്തു. അങ്ങനെയെങ്കിൽ ആ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാകുന്ന നമ്മളെയും അവനിൽ വിശ്വസിച്ച് അവനിൽ ജീവിക്കുന്നവനെ തടയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം, അതിനുള്ള വില കർത്താവ് കൊടുത്തത് കല്ലറക്ക് വെളിയിലായിരുന്നു. ഒരു മനുഷ്യന്റെ പാപത്തിനും ശാപത്തിനും അവന്റെ രോഗത്തിനും അവന്റെ അടിമത്വത്തിനുമുള്ള വിടുതലിനുള്ള വില യേശു കർത്താവ് കൊടുത്തത് അവന്റെ രക്തമായിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തമാണ് മാനവരാശിയുടെ പാപത്തിനും ശാപത്തിനും അടിമത്വത്തിനും ഒക്കെയുള്ള പകരമുള്ള പ്രായശ്ചിത്ത വില. ഈ വില കർത്താവ് കൊടുത്തത് കല്ലറക്ക് വെളിയിലാണ്. 1 പത്രോസ് 1:18-19 വാക്യത്തിൽ വായിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തം കൊണ്ട് അവൻ നമ്മെ വിലക്ക് വാങ്ങിയെന്നാണ്. യേശുക്രിസ്തുവിന്റെ രക്തം മുഴുവൻ ഒഴുക്കി നൽകിയത് അരിമത്തക്കാരി യോസഫിന്റെ കല്ലറയുടെ അകത്തായിരുന്നില്ല. യേശുവിന്റെ മരണം രക്തം കട്ടപിടിച്ചൊരു മരണമോ ഒരു ആത്മഹത്യ ആയിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. യേശുവിന്റെ മരണം രക്തമൊഴുക്കി അവസാന തുള്ളി ചോരയും നമുക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടി ഒഴുക്കിയ മരണമായിരുന്നു കർത്താവിന്റെ മരണമെങ്കിൽ ആ രക്തം യേശു തന്നത് കല്ലറയുടെ വെളിയിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സന്ദേശത്തെ ധൈര്യത്തോടെ പ്രസംഗിക്കുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ തടഞ്ഞു നിർത്താൻ,
യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെ ഒതുക്കി നിർത്താൻ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെ ഇല്ലാതാക്കാൻ ലോകത്തിലെ ഒരു ശക്തികൾക്കും കഴിയുകയില്ല. നിങ്ങളെല്ലാവരാലും ഒറ്റപ്പെട്ടവരാണോ? നിങ്ങളെല്ലാവരാലും ഒതുക്കപ്പെട്ടവരാണോ? നിങ്ങളെല്ലാവരാലും അവഗണിക്കപ്പെട്ടവരാണോ? നിങ്ങളെല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ടവരാണോ? നിങ്ങൾക്ക് യേശുവിലൂടെ ഒരു രക്ഷയുണ്ട്. യേശുവിലൂടെ നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട്. യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്കൊരു വിമോചനമുണ്ട്. കാരണം യേശുക്രിസ്തു മാനവകുലത്തിന്റെ രക്ഷകനാണ്. യേശുക്രിസ്തു അതുല്യനായ കർത്താവ്. ആ അതുല്യനായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവനിൽ വിശ്വസിച്ച് പിന്തുടർന്നാൽ ജീവിതത്തിൽ ഉയർച്ചകളും നന്മകളും കരസ്ഥമാക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. ഈ സന്ദേശത്തിലൂടെ ദൈവം നിങ്ങൾക്ക് അതിന് കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ കുത്തിടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.